നോക്കാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് മെയിൻലി 2 ടൈപ്പാണുള്ളത്. പ്രിലിമിനറി എസ്റ്റിമേറ്റ് അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, ഇവരുടെ അതർ നെയിംസ് പഠിച്ചിരിക്കുക. പ്രിലിമിനറി എസ്റ്റിമേറ്റിനെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്നാണ്. ലൈക്ക് പ്രിലിമിനറി ഇല്ല, അപ്പോൾ അതിലേക്ക് അപ്രോക്സിമേറ്റ് ആയിരിക്കില്ല, അങ്ങനെ ഓർത്താൽ മതി. അല്ലെങ്കിൽ റഫ് കോസ്റ്റ്, പ്രിലിമിനറി, അപ്രോക്സിമേറ്റ്, റഫ് കോസ്റ്റ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ്. ഈ പേര് മാത്രം വൃത്തിയായിട്ട് പഠിച്ചു വെക്കും. ബിക്കോസ് ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് പ്രിലിമിനറി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റും പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, അതായത് അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് പ്രിലിമിനറി എസ്റ്റിമേറ്റിന്റെ വേറൊരു പേരാണ്. ഓക്കെ, അപ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്, അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ്. ഇനി ഡീറ്റെയിൽ എസ്റ്റിമേറ്റ്, ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്നും പറയും. ഓക്കെ, ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിജൻസി. കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ ഒരു ബേസ് എസ്റ്റിമേറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കും നമ്മൾ ലൈക്ക് വെച്ചേക്കുന്നത്. എന്തിനെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ചിലവോ എന്തെങ്കിലും അഡീഷണൽ ചാർജസോ വരെയാണെങ്കിൽ ലൈക്ക് നമുക്ക് ടോട്ടൽ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യേണ്ട. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കണ്ടിജൻസി കൊടുക്കുക. അതായത് കുറച്ച് എക്സ്ട്രാ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ബേസ് എസ്റ്റിമേറ്റിൽ നിന്ന്. അതിനാണ് കണ്ടിജൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മളൊരു 5 to 10% ഓഫ് ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടിജൻസിക്കായിട്ട് കൊടുക്കുന്നത്. 5 to 10% ഓഫ് ടോട്ടൽ കോസ്റ്റ്. എന്നാൽ ഡീറ്റെയിൽഡ് ആണെങ്കിൽ നമ്മളൊരു 3 to 5% ഓഫ് ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടിജൻസിക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിലിമിനറിക്ക് 5 to 10%, ഡീറ്റെയിൽഡിന് 3 to 5%. ഡീറ്റെയിൽഡിന് 3 to 5, പ്രിലിമിനറിക്ക് 5 to 10. ഓക്കെ, രണ്ടും കൂടെ കണക്ട് ചെയ്ത് പഠിച്ച് വയ്ക്കുക, തിരിഞ്ഞു പോകരുത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ലൈക്ക് പറയുന്നത്. നമുക്ക് പ്രിലിമിനറി എസ്റ്റിമേറ്റിലോട്ട് പോകാം. പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അല്ലേ. ആദ്യം ചെയ്യുന്ന പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ്. പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ ടൈപ്സ് ആണ് നമുക്ക് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് ബേസ് മെത്തേഡ്, പ്ലിൻത്ത് ഏരിയ മെത്തേഡ്, ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് ആൻഡ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. ഇതാണ് 4 ടൈപ്സ് ഓഫ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽ എസ്റ്റിമേറ്റിന് ഇവിടെ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ ടൈപ്പ് പഠിക്കും. ആദ്യം യൂണിറ്റ് ബേസ് മെത്തേഡ് ലൈക്ക് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഈ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോന്നിനും പ്രിലിമിനറി എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് ആ ഒരു റേറ്റ് ആൻഡ് ക്വാണ്ടിറ്റി അറിയാനല്ലേ, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ യൂണിറ്റ് ബേസ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ലൈക്ക് ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോയാൽ മതി കേട്ടോ, പഠിച്ചു വെച്ചാൽ മതി. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ is equal to number of unit based മെത്തേഡിലാണെങ്കിൽ number of units into unit rate. അപ്പോൾ യൂണിറ്റ് റേറ്റ് മെത്തേഡിലാണെങ്കിൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റിനെ യൂണിറ്റ് റേറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിലേക്ക് ഒരു സ്കൂളാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റുഡൻറ്റിനാണ് നമ്മളിലേക്ക് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ തിയേറ്റർ ആണെങ്കിൽ നമ്മളൊരു സീറ്റിനെയാണ് ലൈക്ക് നമ്മളൊരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലാണെങ്കിൽ ഒരു ബെഡിനെയാണ് നമ്മളൊരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് യൂണിറ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ യൂണിറ്റ് ബേസ് മെത്തേഡിലാണെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സിൻ്റെ യൂണിറ്റ് റേറ്റ്. അപ്പോൾ ഈ പ്ലിൻത്ത് ഏരിയ മെത്തേഡിലാണെങ്കിലോ cost of construction is equal to plinth area into എന്തായിരിക്കും plinth area rate. Okay, cost of construction like cost of construction ആണ്. cost of construction is equal to plinth area, total plinth area. Okay, total plinth area plinth area rate കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ plinth area മെത്തേഡിൽ നമുക്ക് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കിട്ടും. ഓക്കെ, ഇനി ഈ ഓൾഡ് ഇൻ ദിസ് മെത്തേഡിൽ ലീസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയുന്ന പ്ലിൻത്ത് ഏരിയ മെത്തേഡാണ്. ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡാണ്. അതായത് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റിൽ ലൈക്ക് മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ആണ്. മോസ്റ്റ് ആക്യുറേറ്റ് അത് നമുക്ക് അറിയാം, കാര്യം ഡീറ്റെയിൽഡ് അല്ലേ. എന്നാൽ ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ ടൈപ്സിൽ മോസ്റ്റ് ആക്യുറേറ്റ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലിൻത്ത് ഏരിയ മെത്തേഡ് കഴിഞ്ഞു, ലീസ്റ്റ് ആക്യുറേറ്റ് ആണെന്ന് കൂടെ ഓർത്തിരിക്കുക. ഇനി ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡിൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ വോളിയം, ക്യൂബിക്കൽ കണ്ടന്റ് അല്ലേ, അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ വോളിയം ഇൻറ്റു എന്തായിരിക്കും ക്യൂബിക് റേറ്റ് അല്ലേ. ക്യൂബിക്കൽ കണ്ടന്റിലാണ് നമുക്ക് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. കാര്യം ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് ടോട്ടൽ വോളിയം ഓഫ് ബിൽഡിങ്ങിനാണ് ക്യൂബിക് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ക്യൂബിക്കൽ കണ്ടന്റ്, അപ്പോൾ വോളിയം അത് നിങ്ങൾ ഓർത്താൽ മതി. ടോട്ടൽ വോളിയം ഓഫ് ബിൽഡിംഗ് ഇൻറ്റു ക്യൂബിക്കൽ റേറ്റ്, അതാണ് ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ്.
ലാസ്റ്റ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. നമ്മൾ പറഞ്ഞു മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ്, പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ മോസ്റ്റ് ആക്യുറേറ്റ് ആണ് അപ്രോക്സിമേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു, ക്വാണ്ടിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ, ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ into total length of wall into rate per running meter of wall, rate per running meter of wall. അതായത് അപ്രോക്സിമേറ്റ് മെത്തേഡിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ, ടോട്ടൽ ലെങ്ത് ഓഫ് വോളിനെ മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് പെർ റണ്ണിങ് മീറ്റർ ഓഫ് വോൾ. പെർ റണ്ണിങ് മീറ്ററിൽ വോൾ, അതായത് വോളിൻ്റെ പെർ റണ്ണിങ് മീറ്ററിൽ എത്രയാണ് റേറ്റ്, അത് ഇൻറ്റു ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ. അതായത് ഇതിലേക്കൊരു വോളാണെങ്കിൽ ഇതൊരു മീറ്റർ ആണ്, അപ്പം ഇത്രയും റേറ്റ് പെർ റണ്ണിങ് മീറ്റർ ഓഫ് വോൾ. ഇവിടുത്തെ റേറ്റ് പെർ റണ്ണിങ് മീറ്റർ ഓഫ് വോൾ ഇൻറ്റു ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ. ഇതാണ് ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ. ഓക്കെ, അതാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡിൽ. ആൻഡ് ഇത് മോസ്റ്റ് ആക്യുറേറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിലേക്ക് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് ചെയ്യുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ലെങ്ത് ഓഫ് വോൾ അല്ലേ, ലെങ്ത് ഓഫ് വോൾ ലെങ്തിൻ്റെ ബേസിസിലാണ് നമ്മളുടെ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ ടൈപ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽ എസ്റ്റിമേറ്റിൽ നമ്മൾ ആദ്യം ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് നമ്മൾ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ് എടുക്കുന്നത്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് മെഷർ ചെയ്യുന്നത്. ആദ്യം ക്വാണ്ടിറ്റി മെഷർ ചെയ്യും, പിന്നെ ടോട്ടൽ എമൗണ്ട് മെഷർ ചെയ്യും. ഇങ്ങനെ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മളെ വലിയ വർക്കിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ടേബിളൊക്കെ ഫോം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേബിളിനെ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോം എന്നും, എമൗണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേബിൾ നമ്മൾ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് ഫോം എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ ടേബിൾസിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. അതായത് ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ എടുക്കുന്ന ടേബിളിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഏത് ഐറ്റമാണ്, എത്ര നമ്പറാണ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്ത്, ക്വാണ്ടിറ്റി, പിന്നെ റിമാർക്സ്, അങ്ങനെയാണ് വരുന്നത്. അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് ഫോമിൽ എന്താണ് ഡിസ്ക്രിപ്ഷൻ, ഐറ്റം കഴിഞ്ഞ ഉടനെ ക്വാണ്ടിറ്റി, പിന്നെ അതിൻ്റെ റേറ്റ്, പിന്നെ എമൗണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റിൻ്റെ റേറ്റ് എവിടെയാണ് നമുക്ക് എമൗണ്ട്, അതായത് ഇത് ഐറ്റം, അത് കഴിഞ്ഞ് ക്വാണ്ടിറ്റി കാണും. ക്വാണ്ടിറ്റി നമ്മൾ ഇവിടുത്തെ ടേബിളിൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അവിടെ നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. മൂന്ന് മൾട്ടിപ്ലൈ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. ആ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ടേബിൾ വരയ്ക്കുന്നത്. അപ്പോൾ ഐറ്റം ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് നമുക്ക് അറിയായിരിക്കും. അപ്പോൾ ഈ ക്വാണ്ടിറ്റി റേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും. അതാണ് ഇവിടെ മൂന്നാമത്തെ കോളം. അങ്ങനെ മൂന്നാമത്തെ കോളം അല്ല, ഇവിടുത്തെ ഡിഫറെൻറ്റ് കോളംസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ പേര് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ടേബിൾ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോം, അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് ഫോം ഉപയോഗിക്കുന്ന എമൗണ്ട് ആണ് കണ്ടുപിടിക്കുക, അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡീറ്റെയിൽ എസ്റ്റിമേറ്റിൻ്റെ ടൈപ്സ്. ആദ്യത്തെ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, ദെൻ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ എളുപ്പമുള്ളത് പറഞ്ഞുതരാം. ആനുവൽ റിപ്പയർ ആൻഡ് എന്താണ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനുവൽ റിപ്പയറിനും പിന്നെ അതുപോലെ മെയിൻ്റനൻസ് വർക്കിനുമായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വർഷം തോറും ഇത് ചെയ്തുകൊണ്ടിരിക്കും. മെയിൻ്റനൻസും റിപ്പയറും ഒക്കെ കാണുമല്ലോ, അതിനാണ് നമ്മൾ ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അത് വന്നിട്ട് ടോട്ടൽ എസ്റ്റിമേറ്റിൻ്റെ ഒരു 1.5% ആണ് നമുക്ക് ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് വരുന്നത്. 1.5% ഓഫ് ടോട്ടൽ എസ്റ്റിമേറ്റ് മാത്രമായിരിക്കും നമ്മുടെ ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തുകയും 1.5%. ഇനി നമുക്ക് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് നോക്കാം. ആദ്യത്തെ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറിജിനൽ വർക്കിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒറിജിനൽ വർക്കിൽ നിന്ന് സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് അഡീഷണൽ വർക്ക് എന്തെങ്കിലുമൊക്കെ കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്ത് വന്നു, അപ്പോൾ അതിനുപരിയായിട്ട് നമ്മൾ ഇത്ര വർക്കിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് ഉണ്ടാക്കി വെച്ചിരുന്നത്. പക്ഷേ ഇത്ര എത്തിയപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ എന്തൊക്കെയോ ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ അഡീഷണൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ചെയ്യുന്നതാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. ഓക്കെ, അപ്പോൾ അഡീഷണൽ വർക്കാണ്
എന്താണ് ഒറിജിനൽ വർക്കിനെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന അഡീഷണൽ വർക്കിനെയാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ചെയ്തെല്ലാം നിർത്തിയിട്ട് ഒന്നേന്ന് എസ്റ്റിമേറ്റ് ചെയ്യുകയാണല്ലേ. ഇത് എപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വർക്കിലുള്ള എക്സ്പെൻഡിച്ചർ, നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നു അതിലുണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയതിനെക്കാട്ടിലും 10% കൂടുകയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ എങ്കിലും, അല്ല ടെക്നിക്കൽ സാങ്ഷനെക്കാട്ടിലും 5% കൂടിയാലുമാണ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ടാവുകയാണ്. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിലും ടെക്നിക്കൽ സാങ്ഷനിലൊക്കെ കൊടുത്ത മെറ്റീരിയൽസിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ വരെയാണ്. ഈവൻ ഇഫ് ഈ മെറ്റീരിയൽ മാറിയെന്ന് വെച്ചിട്ട് നമ്മുടെ കോസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിലും, ലൈക്ക് മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ടായാലോ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനെക്കാട്ടി 10% കൂടെയാണ് എക്സ്പെൻഡിച്ചർ എങ്കിലോ, അല്ല ടെക്നിക്കൽ സാങ്ഷനെക്കാട്ടി 5% കൂടെയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ എങ്കിലും നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൈക്ക് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മൾ വെക്കണം. ഈ എസ്റ്റിമേറ്റിൻ്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൻ്റെ കൂടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ലൈക്ക് എന്തൊക്കെയാണ് വ്യത്യാസം വന്നതെന്ന് വെച്ചിട്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യണം. ഇത്രയാണ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് ലൈക്ക് ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവുമായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റും അതുപോലെ തന്നെ പ്രിലിമിനറി പ്ലാൻസ് വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിൽ വരുന്നത്. അപ്പോൾ ടെക്നിക്കൽ സാങ്ഷനിലോ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, അതുപോലെ തന്നെ ഡിസൈൻ, വർക്ക് ക്വാണ്ടിറ്റി, അതുപോലെയുള്ളതൊക്കെയാണ് ടെക്നിക്കൽ സാങ്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടെ ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തത് വന്നിട്ട് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇഫ് നമ്മളൊരു വർക്ക് പകുതി വഴിയിൽ നമുക്ക് നിർത്തേണ്ടി വന്നു. ഓക്കെ, ഒരു വർക്ക് പാർഷ്യലി അബാൻഡൻ, പകുതി വഴിയിൽ നമ്മളിലേക്ക് നിർത്തി. ആൻഡ് അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്ക്, ഇനി റിമൈനിങ് വർക്ക് നമ്മുടെ ഒറിജിനൽ വർക്കിൻ്റെ 95%-നെക്കാട്ടി കുറവാണെങ്കിലാണ് നമ്മൾ സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ റിമൈനിങ് വർക്ക് ലെസ് ദാൻ 95% ആണെങ്കിൽ നമ്മൾ, അതായത് ഒരു വർക്ക് നമ്മൾ പാർഷ്യലി അബാൻഡൻ ചെയ്തു ആൻഡ് ദ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ദ റിമൈനിങ് വർക്ക് ഈസ് ലെസ് ദാൻ 95% ആണെങ്കിൽ നമ്മൾ സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ ലൈക്ക് ഒരു ഫ്രഷ് ടെക്നിക്കൽ സാങ്ഷൻ ലൈക്ക് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, ലൈക്ക് ഈ സപ്ലിമെൻ്ററി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ടെക്നിക്കൽ സാങ്ഷൻ, ഫ്രഷ് പുതിയ ടെക്നിക്കൽ സാങ്ഷൻ നമ്മൾ ലൈക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. അതാണ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ പറയുന്നത്. ഓക്കെ.